exam അല്ല, it's a war. Your strongest weapon, mindset. Hi, I am Afra, a third year MBBS student at Government Medical College, Kozhikode. നമ്മൾ ഈ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള സെക്കൻഡ് എപ്പിസോഡാണിത്. ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ കംപ്ലീറ്റ്ലി വൈ മൈൻഡ് സെറ്റ് മാറ്റേഴ്സ് എന്നുള്ള ഒരു കാര്യമായിരിക്കും സംസാരിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് ഒരു നീറ്റ് എക്സാം അല്ലെങ്കിൽ ഒരു JEE എക്സാം, എൻട്രൻസ് എക്സാം നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന സമയത്ത് നിങ്ങളുടെ മൈൻഡ് സെറ്റ് നിങ്ങളുടെ പ്രിപ്പറേഷനെ ഹെൽപ്പ് ചെയ്യുന്നത്, ആ ബാറ്റിൽ എങ്ങനെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാന്നുള്ള കാര്യമായിരിക്കും നമ്മൾ ഇന്ന് സ്പെസിഫിക്കലി സംസാരിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ വലിയൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് തന്നിട്ട് വീഡിയോ തുടങ്ങാം. ഫ്രം മൈ റിയൽ ലൈഫ് എക്സ്പീരിയൻസ്. ഒരാളുടെ മെന്റൽ പ്രിപ്പറേഷൻ ഒരാളുടെ നോളജിനേക്കാളും എങ്ങനെയാണ് എൻട്രൻസ് എക്സാമിൽ ഹെൽപ്പ് ചെയ്യുന്നുള്ള ഒരു കാര്യം. ഞാനൊരു എക്സാമ്പിൾ എടുക്കാം. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട്. ഞങ്ങൾ രണ്ടാളും പഠിച്ചത് ഒരേ കോച്ചിങ് സെന്ററിലാണ്. ആ ഒരു ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഒരു 10-12 മണിക്കൂർ എക്സാമിന് ഇരുന്ന് പഠിക്കും. അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ സ്റ്റഡി ടൈമിൽ ഇരുന്നിട്ട് ഒരു 10 മണിക്കൂറൊക്കെ പഠിക്കുമായിരുന്നു. ആ സമയത്ത് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയം 6 മണിക്കൂറായിരുന്നു. ഒരു 6 to 7 hours ആയിരിക്കും ഞാൻ പഠിക്കുന്നുണ്ടായിരുന്നത്. പക്ഷെ ആ ഫ്രണ്ടിന് MBBS ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ MBBS ക്രാക്ക് ചെയ്തു. ഞാനും എൻ്റെ ഫ്രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായോ? എന്താ സംഭവം എന്ന് വെച്ചാൽ, അവർക്ക് എക്സാം എഴുതാൻ പോകുന്ന സമയത്ത്, ഏതൊരു എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് പോലും ഭയങ്കര ടെൻഷനായിരുന്നു, ഭയങ്കര സ്ട്രെസ്സായിരുന്നു. പഠിച്ച കാര്യങ്ങളൊക്കെ ആ എക്സാം എഴുതുന്ന സമയത്ത് തന്നെ മറന്നു പോകുന്ന കാര്യം, ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ നേരെ തിരിച്ച് എൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാട്ടോ. ഞാൻ റിപ്പീറ്റഡ് ആണല്ലോ. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ കുറച്ചും കൂടി മെൻ്റലി പ്രിപ്പയർഡ് ആയിരുന്നു. എക്സാം എഴുതാൻ പോകുന്ന സമയത്താണെങ്കിൽ പോലും ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് വരാം. ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് വന്നാൽ നമ്മൾ സ്റ്റക്ക് ആവരുത്, നമ്മൾ നന്നായിട്ട് എഴുതണം എന്നുള്ള ഒരു സംഭവം ഉണ്ടാവുമല്ലോ. ആ ഒരു മെൻ്റൽ പ്രിപ്പറേഷൻ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനേക്കാളും എൻ്റെ ഫ്രണ്ട് കുറേ നോളജ് അക്വയർ ചെയ്യുന്നുണ്ട്, കുറേ ടെക്സ്റ്റ് ബുക്സ് വായിക്കുന്നുണ്ട്, കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനേക്കാളും കൂടുതൽ ഞാൻ മെൻ്റലി പ്രിപ്പയർഡ് ആയിട്ടുണ്ടായിരുന്നു എന്നാണ് ഞാൻ ആ ഒരു എക്സാമ്പിളിൽ നിന്ന് മനസ്സിലാക്കിയത്. അത് നീറ്റ് എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് കറക്റ്റ് മനസ്സിലായി. നമ്മുടെ മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ നമ്മുടെ മെൻ്റൽ പ്രിപ്പറേഷനാണ് ശരിക്കും നമ്മുടെ ഒരു എക്സാം എഴുതാൻ വേണ്ടിയിട്ട് റെഡി ആക്കുന്നത്. ഒരു എൻട്രൻസ് എക്സാമിന് എഴുതാൻ പോകുന്ന കുട്ടി, ആ കുട്ടിയുടെ ആ ഒരു എൻട്രൻസ് ഫേസിൽ, ആ പഠിക്കുന്ന നീറ്റ് കോച്ചിങ്ങിന്റെ സമയത്ത് ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താ അറിയോ? ലാക്ക് ഓഫ് മോട്ടിവേഷൻ, ഫിയർ ഓഫ് ഫെയിലിയർ, പിയർ പ്രഷർ, ഡിസ്ട്രാക്ഷൻസ് ആൻഡ് ബേൺ ഔട്ട്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടാവില്ലേ? നമുക്ക് ഓരോന്ന് എങ്ങനെയാണ് ഓവർകം ചെയ്യാമെന്ന് ആലോചിച്ചാലോ. ഒരു വാർ നമ്മൾ ജയിക്കണമെങ്കിൽ നമ്മളൊരു വാരിയർ ആവണം. അപ്പോൾ ഒരു ബാറ്റിൽ നിങ്ങൾക്ക് ജയിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു വാരിയർ മൈൻഡ് സെറ്റ് വേണം അല്ലേ? ഫസ്റ്റ് നിങ്ങൾ ആലോചിക്കുന്നത് ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടത്, ഫിക്സ്ഡ് മൈൻഡ് സെറ്റ് അല്ല. ഫിക്സ്ഡ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എല്ലാ ദിവസവും ഒരേ മൈൻഡ് സെറ്റ് ആയിരിക്കും, എല്ലാ ദിവസവും ഒരേ മൂഡായിരിക്കും. ആ ഒരു രീതിയിൽ തന്നെ പഠിച്ചു പോവുകയാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന ഒരു സ്കോറിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുമെന്ന് വരില്ല. പക്ഷെ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആണ്. കുഞ്ഞു ഗ്രോത്തുകൾ കൂട്ടി വെച്ചാണ് നിങ്ങളുടെ മാർക്ക് നിങ്ങൾ കൂട്ടുന്നതെന്ന് വെച്ചാൽ അവിടെ അതിനേക്കാളും നിങ്ങൾ പ്രതീക്ഷിച്ചേക്കാളും നല്ല മാർക്കായിരിക്കും കിട്ടാൻ പോണത്. എന്തുകൊണ്ടാണ് ഈ ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്താണെന്ന് ഞാനൊന്ന് ഡിഫൈൻ ചെയ്തുതരാം ഇൻ മൈ ഓൺ വേ. ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പം ഇന്ന് നിങ്ങൾ ഒരു 10 ചാപ്റ്റർ നിങ്ങൾ പഠിക്കാൻ വേണ്ടി ടൈം ടേബിൾ കിട്ടും. 10 ചാപ്റ്റർ എന്നൊക്കെ പറയുന്ന സമയത്ത് ഇത് നിങ്ങളിപ്പം ഇമ്പോസിബിൾ ആയിട്ട് തോന്നും. പക്ഷെ 10 ചാപ്റ്ററൊക്കെ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാനുള്ള സമയം കിട്ടും കുറച്ചും കൂടെ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ. പക്ഷേ ഇതിൽ നിങ്ങളൊരു 4 ചാപ്റ്റർ അല്ലെങ്കിൽ 3 ചാപ്റ്ററെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ നിങ്ങൾ ഇന്നിട്ട ടൈം ടേബിളിൽ. നെക്സ്റ്റ് ഡേ നിങ്ങൾ വീണ്ടും ഒരു 10 ചാപ്റ്റർ ഇട്ടു, അതിൽ നിങ്ങളൊരു 4 ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. അത് ചെറിയൊരു ഗ്രോത്ത് അല്ലേടാ? ഇന്ന് 3 ആണെങ്കിൽ നാളെ 4 എണ്ണം കംപ്ലീറ്റ് ചെയ്തു, ഒരു ചാപ്റ്റർ കൂടി നിങ്ങൾ എക്സ്ട്രാ കംപ്ലീറ്റ് ചെയ്തു അല്ലേ? അപ്പൊ അത് ചെറിയൊരു ഗ്രോത്ത് ആണ്. നെക്സ്റ്റ് ഡേ നിങ്ങൾ വീണ്ടും 10 ചാപ്റ്റർ ടൈം ടേബിൾ ഇട്ടു, അതിൽ 5 എണ്ണം കംപ്ലീറ്റ് ചെയ്തു. ഇവൻ ദ ഡിഫറൻസ് ഇസ് സ്മോൾ. 3-ൽ നിന്ന് 4-ലേക്കും 4-ൽ നിന്ന് 5-ലേക്കാ പോയെന്ന് വെച്ചാൽ പോലും ആ ഒരു കുഞ്ഞ് ഇൻക്രീസ് ആണ് നിങ്ങളുടെ ഗ്രോത്ത്. ആ ഗ്രോത്ത് നിങ്ങൾക്കേ മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് അത് മനസ്സിലായി തരില്ല. പക്ഷെ നിങ്ങൾ സെൽഫ് അനലൈസിസ് ചെയ്യുന്ന സമയത്ത് ഒരു ഫിക്സ്ഡ് മൈൻഡ് സെറ്റിനേക്കാളും ആ ഒരു ഗ്രോത്ത്, കുഞ്ഞു ഗ്രോത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് അത് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് 300 മാർക്കാണ് കിട്ടിയത്, നെക്സ്റ്റ് എക്സാമിന് 310, 320 കിട്ടിയെന്ന് വെച്ചാൽ അതുവരെ ചെറിയൊരു ഡിഫറൻസ് ആണെങ്കിൽ പോലും അതൊരു ഗ്രോത്ത് ആണ്. നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടെന്നുള്ളൊരു സൈനാണ്. നെക്സ്റ്റ് എക്സാം എഴുതുന്ന സമയത്ത് ഒരു 400-500 കിട്ടുന്നുണ്ട്, അതൊരു ഗ്രോത്ത് ആണ്. ഇവൻ തോ നിങ്ങൾ നീറ്റ് ക്രാക്ക് ചെയ്യാനുള്ള മാർക്ക് എത്തിയിട്ടില്ലെങ്കിൽ പോലും ഈ കുഞ്ഞു ഗ്രോത്ത് നിങ്ങൾ കറക്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. അത് നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. രണ്ടാമത് നിങ്ങൾക്ക് വേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, കുറേ മോട്ടിവേഷൻ, എക്സ്റ്റേണൽ മോട്ടിവേഷൻ കിട്ടിയിരുന്നു ഒരു കാര്യമില്ല. ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു പക്ഷേ ഇന്ന് രാത്രി വരെ ഒരു ഫയർ ഉണ്ടാക്കും. ഓക്കെ, ഇങ്ങനെ ചെയ്യണം എന്നുള്ളത്. നാളെ രാവിലെ ഒന്ന് ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ തീരാവുന്ന അല്ല ഒലിച്ചു പോകുന്ന മോട്ടിവേഷനാണ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടാവുക. സെൽഫ് ഡിസിപ്ലിൻ. ഒരു മോട്ടിവേഷനേക്കാൾ നിങ്ങൾക്ക് വേണ്ടത് സെൽഫ് ഡിസിപ്ലിൻ ആണെടാ.
നിങ്ങൾ സ്വന്തമായിട്ടൊരു ഡിസിപ്ലിൻ ഉണ്ടാക്കിയെടുക്കണം, നിങ്ങൾ സ്വന്തമായിട്ടൊരു കൺസിസ്റ്റൻസി ഉണ്ടാക്കിയെടുക്കണം, സ്വന്തമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുക. അത് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, ഞാനൊരു ഡോക്ടർ ആവും, അല്ലെങ്കിൽ ആ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് വേണം. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണം നിങ്ങളുടെ ഡ്രീംസ്. നിങ്ങൾ സ്വന്തം ഇങ്ങനെ ആലോചിക്കുക, ഓക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്നതാണ്, എനിക്ക് ഡോക്ടർ ആവാനുള്ള കഴിവുണ്ട്, എനിക്കൊരു പേഷ്യൻറ്റോട് ഇൻട്രാക്ട് ചെയ്യാനുള്ള കഴിവുണ്ട്, ഒരു പേഷ്യൻ്റ് എൻ്റെ അടുത്ത് വന്ന് ആളെ കൺസോൾ ചെയ്ത് ആൾക്ക് എന്താ പ്രശ്നം എന്നുള്ള ഒരു ഫുൾ കെയർ എനിക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ള ഒരു ഉറപ്പ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ആ ഒരു സെൽഫ് ഡിസിപ്ലിനിൽ വേണം ഓരോ ഡേയും നിങ്ങൾ വർക്ക് ചെയ്യുക. ഇന്ന് 10 മണിക്കൂർ പഠിച്ച് നാളെ 2 മണിക്കൂർ പഠിക്കുന്നത് ഒരു കാര്യമില്ല. പക്ഷെ ഇന്ന് 2 മണിക്കൂർ, നാളെ 2 മണിക്കൂർ, മറ്റന്നാൾ 2 മണിക്കൂർ, അങ്ങനെ കൺസിസ്റ്റന്റ് ആയി പോയി കഴിഞ്ഞാൽ ഒരു ദിവസം കുറേ പഠിച്ച് പിറ്റേ ദിവസം പഠിക്കാതിരിക്കുന്നതിനേക്കാളും കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ആ ഒരു സെൽഫ് ഡിസിപ്ലിൻ ആണ് നിങ്ങൾക്ക് വേണ്ടത്. മോട്ടിവേഷനേക്കാളും നിങ്ങൾ സെൽഫ് മോട്ടിവേറ്റഡ് ആവുക. വേറൊരു എക്സ്റ്റേണൽ ഒരാൾ എന്ന് പറയുന്നതിനേക്കാളും സ്വന്തമായിട്ട് മോട്ടിവേറ്റഡ് ആവുക. നിങ്ങൾ സ്വന്തമായിട്ടൊരു നിങ്ങളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു മോട്ടിവേറ്റർ ആവാൻ നോക്കുക. ഇതെനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമായിട്ട് തോന്നി. സ്റ്റോപ്പ് കമ്പയറിങ്. നിങ്ങളുടെ അപ്പുറത്തിരിക്കുന്ന ആൾക്കാർ, ഇപ്പുറത്തിരിക്കുന്ന ആൾക്കാർ, നിങ്ങളുടെ ഹോസ്റ്റലിൽ നിൽക്കുന്ന ആൾക്കാർ, സ്റ്റഡി ഹാളിൽ ഇരിക്കുന്ന ആൾക്കാർ, അവരായിട്ടും നിങ്ങളായിട്ടും കമ്പയർ ചെയ്യാതിരിക്കുക. അവർ പഠിക്കുന്ന മെത്തേഡിൽ അവർക്ക് ഒരു പക്ഷെ നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. നിങ്ങളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഒരു പക്ഷെ ലാഗ് ആയിരിക്കും, അവരെക്കാളും പോർഷൻസ് ലാഗ് ആയിരിക്കും, മാർക്ക് കുറവായിരിക്കും. അപ്പോൾ അവൾക്ക് കിട്ടുന്നുണ്ടല്ലോ, എനിക്കെന്താ കിട്ടാത്തത്, ഞാൻ ഡിസേർവിങ് അല്ലേ എന്നൊന്നും ആലോചിച്ച് കമ്പയർ ചെയ്യാൻ നിൽക്കണ്ട. വേറൊരാൾ കമ്പയർ ചെയ്യുന്നതിനേക്കാളും നല്ലത് സ്വന്തം ഗ്രോത്തിനെ കമ്പയർ ചെയ്യുക. നിങ്ങൾ ഇന്നത് എക്സാമിനേക്കാൾ നെക്സ്റ്റ് എക്സാമിന് ഇംപ്രൂവ് ചെയ്തിട്ടുണ്ടോ, ആ ഒരു കമ്പാരിസൺ ആണ് ഹെൽത്തി കമ്പാരിസൺ. ആ കമ്പാരിസൺ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നെക്സ്റ്റ് അതിൻ്റെ അടുത്ത എക്സാമിന് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. വേറൊരാളായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ നെഗറ്റിവിറ്റി കയറാനേ ചാൻസ് ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇംപ്രൂവ് ആവാനുള്ള ചാൻസ് ഇല്ല. നിങ്ങൾ എല്ലാവരും ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ നീറ്റ് എക്സാമിന് നിങ്ങൾ പോകുന്ന സമയത്ത് ആ മെയിൻ എക്സാമില്ലേ, ലാസ്റ്റ് ആ മെയിൽ നടക്കുന്ന എക്സാം, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാം. അതിൻ്റെ മുന്നേ നടക്കുന്ന എല്ലാ മോക്ക് ടെസ്റ്റും നിങ്ങൾ ആ എക്സാമിലേക്ക് റെഡി ആക്കുന്ന എക്സാമാണ്. ഇപ്പോൾ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു എക്സാമിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെ മിസ്റ്റേക്സ് വരുത്തിയോ അതൊക്കെ നിങ്ങൾ ക്ലിയർ ചെയ്യണം. ഒരു എക്സാം മോക്ക് ടെസ്റ്റ് നടത്തുകയാണ്, നിങ്ങൾ പഠിക്കാത്ത ചാപ്റ്റർ ആണ്, അതുകൊണ്ട് ഞാൻ പഠിച്ചിട്ടില്ല, അയ്യോ എനിക്ക് മാർക്ക് കുറയും റാങ്ക് കുറയും എന്ന് വെച്ചിട്ട് ആ എക്സാം എഴുതാതിരിക്കേണ്ട. ആ എക്സാം പോയി അറ്റംപ്റ്റ് ചെയ്യണം. അതിൽ വന്ന് ഏതെങ്കിലും 2-3-4 ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ റിയൽ എക്സാമിന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ രക്ഷപ്പെട്ടില്ലേ. അപ്പോൾ ആ ഒരു കാലം ആലോചിക്കുക. നിങ്ങൾക്ക് ലോങ് ടേം ആയിട്ടാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഈ നടക്കുന്ന മോക്ക് ടെസ്റ്റിന്റെ റാങ്കോ മാർക്കോ അല്ല ഇമ്പോർട്ടൻറ്റ്. അതിൻ്റെ പകരം ആ എക്സാമിൽ ലാസ്റ്റ് നടക്കുന്ന നീറ്റ് എക്സാമിലെ റാങ്കും മാർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു സമയത്തിനേക്ക് വേണ്ടി നിങ്ങൾ കുഞ്ഞു ഗ്രോത്ത് ഉണ്ടാക്കി വെച്ച് ലോങ് ടേം സക്സസിനെ കുറിച്ച് ആലോചിക്കുക. അപ്പോൾ നിങ്ങൾ ഏത് എക്സാം വന്നു കഴിഞ്ഞാലും പോയി അറ്റൻഡ് ചെയ്യുക. പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും ഒക്കെ ആ ഒരു എക്സാമിൻ്റെ മാർക്ക് നിങ്ങൾക്ക് എന്തായാലും ആ ലാസ്റ്റ് എക്സാമിലേക്ക് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. നമുക്കറിയാലോ, ഇപ്പോൾ ഇന്റേണൽസിന്റെ മാർക്കൊന്നും നമുക്ക് യൂണിവേഴ്സിറ്റിക്ക് എടുക്കുന്ന പോലെ നീറ്റ് എക്സാമിന്റെ സമയത്ത് നമുക്ക് ബാക്കിയുള്ള മാർക്കൊക്കെ എടുത്തിട്ട് കൂട്ടുമോ? ഇല്ല. നമ്മുടെ മോക്ക് ടെസ്റ്റ് ഒക്കെ എഴുതുന്നത് നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് മനസ്സിലാവാനാ, നമുക്ക് ഇനി ഇമ്പ്രൂവ് ചെയ്യാനുണ്ടോ എന്നുള്ള മനസ്സിലാക്കാനാ. എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നാൽ അത് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഒരു എക്സാമിന് മാർക്ക് കുറയുമെന്ന് വിചാരിച്ചിട്ട് അവിടെ എക്സാം എഴുതാതിരിക്കരുത്. മാർക്ക് കുറഞ്ഞു വെച്ച് ഡിപ്രഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ റിയൽ എക്സാം ആകുമ്പോഴേക്ക് നിങ്ങൾ റെക്ടിഫൈ ചെയ്തെടുക്കേണ്ട മിസ്റ്റേക്സ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നീറ്റ് ആസ്പിരന്റിന് വേണ്ടിയ ഡെയിലി മൈൻഡ് സെറ്റ് റിച്വൽസ് എന്തൊക്കെയാണെന്നറിയോ? രാവിലെ നിങ്ങൾ എഴുന്നേൽക്കുന്ന സമയത്ത്, ഒരു 5 മണിക്കൊക്കെ എഴുന്നേൽക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു മോർണിംഗ് അഫർമേഷൻ ഉണ്ടാവില്ലേ, ഇനി കുറച്ച് കാലം കൂടി പഠിച്ചാൽ മതി, ഇതെനിക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ കുറച്ച് കാലം കൂടി പഠിച്ചാൽ ഞാൻ വിചാരിച്ച കോളേജിൽ എനിക്ക് എത്താൻ പറ്റുന്നുള്ള ഒരു മോർണിംഗ് അഫർമേഷൻ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ആ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കാൻ വേണ്ടി നോക്കുക മക്കളെ. അത് നിങ്ങളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. എന്നെ ഹെൽപ്പ് ചെയ്തൊരു കാര്യമാണ്. ഞാൻ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ഓക്കെ, ഇനി ഒരു 5 മാസം കൂടി പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഡ്രീമിലേക്ക് എത്താം, ഇനി ഒരു 4 മാസം കൂടി വർക്ക് ചെയ്ത് എനിക്ക് എൻ്റെ ഡ്രീമിലേക്ക് എത്താം. എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ഞാൻ ഇത് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഉറക്കത്ത് എണീച്ചാൽ തന്നെ ഞാൻ അത് ആലോചിക്കുന്നത്. അത് ശരിക്കും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എന്നെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ ഉള്ളിൽ. അപ്പോൾ അത് ആലോചിക്കുക. മോർണിംഗ് അഫർമേഷൻസ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു ഹാബിറ്റും കൂടെ നിങ്ങളുടെ ഉള്ളിലേക്ക് ഉണ്ടാക്കിയെടുക്കാൻ നോക്കുക. ഡെയിലി എഴുന്നേൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ ഡ്രീമിന് വേണ്ടിയിട്ടാണ് ഈ വർക്ക് ചെയ്യണം എന്നുള്ള ഒരു കാര്യം ഒന്ന് ആലോചിക്കുക. ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ചെയ്തൊരു കാര്യം കേട്ടോ, വിഷ്വലൈസിങ് മൈ ഗോൾസ്. ഞാൻ ഏത് കോളേജിൽ പഠിക്കണം, എത്ര റാങ്ക് ഏകദേശം വേണം എന്നുള്ളതൊക്കെ ഞാൻ വിഷ്വലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. റേസിന്റെ മെന്റർ എന്ന് പറഞ്ഞ ബുക്കില്ലേ, അപ്പോൾ ആ ബുക്കിന്റെ ബാക്കിലൊക്കെ ഓരോ ടോപ്പേഴ്സിന്റെ ഫോട്ടോ കാണുമ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്, കുറച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വരും, എൻ്റെ ഒരു ഫോട്ടോ ഇവിടെ വരും എന്നുള്ളൊരു സംഭവം ഞാനിങ്ങനെ എപ്പോഴും എൻ്റെ ഒരു ഡ്രീമായിട്ട് വെക്കാറുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഗോള് നിങ്ങൾ സെറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജാണ്, നിങ്ങൾക്ക് ഏകദേശം എത്ര റാങ്ക് വേണം എന്നുള്ളതൊക്കെ നിങ്ങൾ ഓൾറെഡി ആലോചിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എത്താൻ പറ്റും. ഈവൻ അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് കുറച്ച് താഴത്തെങ്കിലും നിങ്ങൾക്ക് എത്താൻ പറ്റും. ആ ഒരു ഗോൾ നമ്മൾ എപ്പോഴും ആലോചിച്ചിരിക്കണം, നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ നിങ്ങളുടെ ഒരു വിഷ്വലൈസ് യുവർ ഗോൾസ്. നിങ്ങൾ ഏത് കോളേജിൽ പഠിക്കണം, നിങ്ങൾ ഏത് കോളേജിൽ ഒരു മെഡ് സ്റ്റുഡൻ്റ് ആയിട്ട് പോകണം എന്നുള്ളതൊക്കെ നിങ്ങൾ നേരത്തെ ഒന്ന് വിഷ്വലൈസ് ചെയ്ത് വെക്കുക. എപ്പോഴെങ്കിലും നിങ്ങൾ ഡൗൺ ആവുന്ന സമയത്ത് ഈ കാര്യം ഒന്ന് ആലോചിക്കുക. ഓക്കെ, ഞാൻ ഈ കോളേജിൽ സ്റ്റുഡൻ്റ് ആയിട്ട് പോകാനുള്ളതാണ്, എനിക്ക് അവിടെ പോയിട്ട് അടിച്ച് പൊളിക്കാനുള്ളതാണ് എന്നൊക്കെ ജസ്റ്റ് ഒന്നിങ്ങനെ ആലോചിച്ച് വെച്ചാൽ തന്നെ അത് നമ്മളൊരു
നമ്മുടെ ഒരു വർക്കിനെ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആകും. ഏതൊരു എക്സാം എഴുതി കഴിഞ്ഞാലും അതിൽ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. നെഗറ്റീവ് അടിച്ച സ്കോറും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. എത്രയൊക്കെയാണ് ഇമ്പ്രൂവ് ചെയ്തിട്ടുള്ളത്, എത്രയൊക്കെയാണ് നെഗറ്റീവ് ഉള്ളത്, അപ്പോൾ നെക്സ്റ്റ് എക്സാമിന് എത്രയാണ് നിങ്ങൾക്ക് മാർക്ക് കിട്ടിയത്, അങ്ങനെ ഓരോ വിൻസ് ആൻഡ് ലോസസ് നിങ്ങൾ ജേർണൽ ചെയ്ത് വെക്കുക. അതിങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ഓക്കെ കുറച്ചും കൂടെ എനിക്ക് ഗ്രോ ചെയ്യാനുണ്ട്, കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് എന്നുള്ളത് മനസ്സിലാവും. എവിടെയൊക്കെ നിങ്ങൾ ശരിക്കും ഡോക്യുമെന്റ് ചെയ്ത് വെക്കണം നിങ്ങൾ പഠിക്കുന്നത് എങ്ങനെയാണുള്ളത് കേട്ടോ. അപ്പോൾ ആ ഒരു പ്ലാനർ എങ്ങനെ പ്രിപ്പയർ ചെയ്യുക, എങ്ങനെ ഡോക്യുമെന്റ് ചെയ്ത് വെക്കുക എന്നൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ചെയ്യാം. അത് തന്നെ ആയിക്കോട്ടെ നെക്സ്റ്റ് വീഡിയോയുടെ ടോപ്പിക്ക്. അപ്പോൾ കറക്റ്റ് അങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം എക്സാം എഴുതുന്ന സമയത്ത് കുറച്ചും കൂടെ മാർക്ക് ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ളൊരു സംഭവം നമ്മുടെ ഉള്ളിൽ വരും. അത് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഫീഡ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതും നിങ്ങളെ കുറച്ച് ഹെൽപ്പ് ചെയ്യും. പണ്ട് മുതലേ നമ്മൾ കേൾക്കുന്നത് ഫെയിലിയർ ഇസ് എ സ്റ്റെപ്പ് ഓഫ് സക്സസ്. നമ്മൾ ഓരോ ഫെയിലിയർ ആവുന്ന സമയത്തും ഓരോ നെഗറ്റീവ് അടിക്കുന്ന സമയത്തും അതിലിങ്ങനെ ചവിട്ടിക്കൊണ്ടാണ് നമ്മൾ മുകളിൽ സക്സസ്സിലേക്ക് എത്തുക എന്നുള്ളത്. അത് സത്യമാണ്. ഒരു എക്സാം എഴുതുന്ന സമയത്ത് ഒരു നെഗറ്റീവ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ നിങ്ങൾ നോക്കി പഠിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഒരിക്കലും മറന്നുപോകില്ല. ഒരു പക്ഷേ പോസിറ്റീവ് ആയിട്ടുള്ള മാർക്ക് കിട്ടിയ ക്വസ്റ്റ്യനേക്കാളും നിങ്ങൾക്ക് നെഗറ്റീവായ ക്വസ്റ്റ്യൻ ആയിരിക്കും ഓർമ്മ ഉണ്ടാവുക. അപ്പോൾ ആ ഒരു രീതിയിൽ ആ ഒരു ഫെയിലിയർ നിങ്ങളുടെ സക്സസിൻ്റെ സ്റ്റെപ്പാക്കി എടുത്തിട്ട് വേണം നിങ്ങൾ മുകളിലേക്ക് കയറി പോവാം. ഈ വീഡിയോ കാണുന്ന എല്ലാ സ്റ്റുഡൻസും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എല്ലാ ടോപ്പർമാരും ഒരു മെൻ്റൽ ബാറ്റിൽ കഴിഞ്ഞിട്ടാണ് മുന്നോട്ട് നീറ്റ് എക്സാം ക്രാക്ക് ചെയ്ത് പോയിട്ടുള്ളത്. അവരെല്ലാവരും ഫേസ് ചെയ്ത കാര്യങ്ങളാണ് സങ്കടം, സ്ട്രെസ്, പിയർ പ്രഷർ, ഡിസ്ട്രാക്ഷൻസ്, ഫെയിലേഴ്സ് എല്ലാവരും അനുഭവിച്ചിട്ടുണ്ട്. ഒറ്റയടിക്ക് ഒരു പ്രശ്നമില്ലാതെ കംഫർട്ടബിൾ ആയിട്ട് കയറിപ്പോയ ഒരാൾ പോലും ഉണ്ടാവില്ല. എല്ലാവരും ഈ ഒരു ബാറ്റിൽ ഫേസ് ചെയ്ത് അതിനെ ഓവർകം ചെയ്ത് മുന്നിലെത്തിയ ആൾക്കാരാണ്. അപ്പം നിങ്ങളെല്ലാവരും അതിനു വേണ്ടി ശ്രമിക്കുക. ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കുക. നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു കൾച്ചർ, കോൺഫിഡൻസും മൈൻഡ് സെറ്റും ബിൽഡ് ചെയ്തിട്ട് നല്ലൊരു എക്സാം എങ്ങനെ അറ്റംപ്റ്റ് ചെയ്യാം, ടെൻഷൻ ഇല്ലാതെ അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ അടിക്കാതെ നിങ്ങൾക്ക് എങ്ങനെ ഒരു എക്സാം അറ്റംപ്റ്റ് ചെയ്യാന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഈ സീരീസിലൂടെ ആക്ച്വലി മീൻ ചെയ്യുന്നത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങളുടെ റിലേറ്റീവ്സ്, കസിൻസ്, ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ എൻട്രൻസ് എക്സാം എഴുതാൻ പോകുന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് സെൻഡ് ചെയ്യുക. ഈ ബോർഡ് എക്സാം എഴുതാൻ പോകുന്ന കുട്ടികളാണെങ്കിലും ഇതൊന്ന് ജസ്റ്റ് സെൻഡ് ചെയ്യുക. കാരണം ഇതൊക്കെ നിങ്ങളുടെ എക്സാമിൻ്റെ സമയത്ത് ആ ഒരു സമയത്ത് നിങ്ങളൊരു ഹാബിറ്റ് വളർത്തിയെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും. Thank you so much for watching this video.